വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പാലിയോലിത്തിക് ഏജ് അല്ലേ, പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. ദെൻ ഒബ്സർവ് ദ പിക്ചേഴ്സ്. ദീസ് ആർ ദ കേവ് പെയിൻറ്റിങ്സ് ഡ്രോൺ ബൈ ദ പാലിയോലിത്തിക് മാൻ അറൗണ്ട് 10,000 years back. Why were they drawn inside the caves? What are the features of these cave paintings? Discuss. ചിത്രങ്ങൾ നിരീക്ഷിക്കും അല്ലേ, ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവ ഗുഹകൾക്കുള്ളിൽ വരച്ചത്? നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് അനിമൽസ്. മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഇവയിൽ അധികവും അല്ലേ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ്സ് നോക്കാം. പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് അല്ലേ, അവർ എന്താണ് ഹണ്ടിങ്ങിൻ്റെ പിക്ചേഴ്സ് അവർ വരച്ചിരുന്നു അല്ലേ, ഗുഹകൾക്കുള്ളിൽ അവർ ഹണ്ടിങ്ങിൻ്റെ പിക്ചേഴ്സ് അവർ വരച്ചിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് മൾട്ടി കളേഴ്സ് വെയർ യൂസ്ഡ്. അവരെന്താണ് മൾട്ടി കളേഴ്സുകൾ യൂസ് ചെയ്തിരുന്നു, അതായത് വിവിധ വർണ്ണങ്ങൾ അവർ ഗുഹകൾക്കുള്ളിൽ വരച്ചിരുന്നു. ദെൻ ഇനി what information about life of the early man can be obtained from these pictures? ഇവയിൽ നിന്ന് പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് അവരെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്? അതായത് അവരുടെ ഗുഹക്കുള്ളിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്തെല്ലാം അറിവുകളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, 100 അനിമൽസ് അല്ലേ, 100 അനിമൽസ് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ്, കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. സംഘമായിട്ട് അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. യെസ്, എന്താണ് സംഘമായിട്ടായിരുന്നു അവർ എന്തിനു പോയിരുന്നത്? വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതായത് സംഘമായിട്ടായിരുന്നു അവർ വേട്ടയാടിയിരുന്നതും സംഘമായിട്ടായിരുന്നു അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നതും. ദെൻ നെക്സ്റ്റ്, ഒബ്സർവ് ദി മൂവ്മെൻറ്റ്സ് ഓഫ് അനിമൽസ് അല്ലേ, അവരെന്താണ് ഒബ്സർവ് ചെയ്തിരുന്നു. എന്തിനൊക്കെ? ആനിമൽസിൻ്റെ ചലനങ്ങളെ അവർ ഒബ്സർവ് ചെയ്തിരുന്നു. ദേ വേർ എക്സ്പേർട്ട് ഇൻ ആർട്ട് അല്ലേ, അവരെന്തായിരുന്നു എക്സ്പേർട്ടായിരുന്നു. എന്തിലായിരുന്നു അവർ എക്സ്പേർട്ടായിരുന്നത്? ആർട്ടിൽ അല്ലേ, ആർട്ടിൽ അതായത് ചിത്രകലയിൽ അവർ എല്ലാം എന്താണ് എക്സ്പേർട്ട് ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് കിടക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദി കേവ് പെയിൻറ്റിങ്സ്. ദി കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സർ ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ്. In addition to the figure of bison and boar that you see in the given pictures, the figures of horse, deer, lion, leopard, bear, hyena, etc. can also be seen in different caves. Animals' fat was used as fuel for lighting in the caves where sunlight was insufficient. The pictures of hunting are the evidence for their planning of the hunting ground and their prey. Pictures were drawn on the ceilings of the caves as well. These stand in evidence for dexterity of early humans. Then ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. ഇതിൽ then firstly, cave paintings are source of information about the early human life. Substantiate അല്ലേ, ഇതിൻ്റെ ആൻസർ ഈ പാരഗ്രാഫിൽ ഉണ്ട്. നമുക്കത് നോക്കാം. ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം അല്ലേ, അവർ വിവിധ നിറങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും
അത് underline these words. The colors were made from mixtures of plant extract and powdered laterite. Then first important point. ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻ്റ് വൺ, എന്താണ് ഈ ചിത്രത്തിൽ എന്താണ് നമ്മൾ കാണാൻ പറ്റുന്നത്? വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെ പിക്ചേഴ്സുകൾ അല്ലേ? ഏതൊക്കെയാണത്? കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ ഏതൊക്കെയാണ്? കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും. അനിമൽസ് ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ലൈറ്റിംഗ് ഇൻ ദി കേവ്സ് വേർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. അതായത് സൂര്യപ്രകാശം അതായത് സൂര്യപ്രകാശം കിട്ടാത്ത ഇടങ്ങളിൽ എന്താണ് ഉപയോഗിച്ചിരുന്നത്? മൃഗത്തിൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് അവർ തീ കത്തിച്ചിരുന്നത്. കത്തിച്ചാണ് അവർ എന്താണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാ ചിത്രങ്ങൾ. അതായത് വേട്ടയാടേണ്ട മൃഗം, ഏത് മൃഗത്തിനെയാണോ നമ്മൾ വേട്ടയാടേണ്ടത് ആ മൃഗത്തിനെ കുറിച്ചുള്ള അറിവ്, അതായത് വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാ ചിത്രങ്ങൾ. ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ്. ഇത്രയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്.